എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടും കർത്താവിനെ തള്ളിയില്ല, കർത്താവിനെ നിഷേധിച്ചിട്ടും കർത്താവിനെ നിഷേധിച്ചില്ല. ആ ദൈവസ്നേഹം എന്നെ പിടിച്ചത് വഴി 21 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കർത്താവിന്റെ ദൂത് അറിയിപ്പാനായിട്ട് നിർത്തിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവം വേണ്ട പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവവും ദയകള ഹൃദയം വേണ്ട. ഒരു ശ്വാസം മാത്രമേ അല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ് ചാകാനുള്ള ആയുസല്ലേ നമുക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഉന്നത ഭാവങ്ങൾ സാത്താനിൽ നിന്ന് വരുന്നു, നമ്മുടെ പാപത്തിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ പോലെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? യഥാർത്ഥത്തിൽ സത്യദൈവം ആരാണ്? കേട്ടോളും പ്രിയപ്പെട്ടവരെ. ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് ആ ദൈവ നിയമത്തിന് മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് മരിക്കുകയാണ്. നീ ഇന്നിപ്പോൾ കള്ളുഷാപ്പിൽ ഇരിക്കുകയായിരിക്കാം, നീ ഇപ്പോൾ പ്രതികാര ചിന്തയിലായിരിക്കാം, നീ ഇപ്പോഴെന്താണ് ആ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ഇവന്മാർക്ക് വേറെ ഒരു പണിയുമില്ലെന്ന് ചോദിച്ച് ഞങ്ങളെ ഈ ഹൃദയത്തിൽ നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു. അവൻ പറയുന്ന, എന്റെ കുഞ്ഞെ, നീ ഒന്ന് ചെവി കൊടുക്കടാ, നിനക്ക് ചെവി ഞാൻ തന്നിട്ടില്ല, ഒന്ന് ചെവി കൊടുക്കടാ. നിന്നെ സ്നേഹിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലയോ ഇവർ വന്ന് ഇവിടെ ഘോഷിക്കുന്നത്?